السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم انفعنا ما علمتنا وعلمنا ما ينفعنا വസിദ്ന ഇൽമ യാ റബ്ബൽ ആലമീൻ. ഇവിടെ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ കഹ്ഫിലെ 9-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا. ഇവിടെ സൂറത്തുൽ കഹ്ഫ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. സൂറത്തുൽ കഹ്ഫിൻ്റെ പേര് വരാനുള്ള കാരണം എന്താ? പിന്നെ ഗുഹാനിവാസികളായ കുറച്ച് യുവാക്കളുടെ സ്റ്റോറീനെ പറ്റിയിട്ട് അവരുടെ കഥയാണ് ഇവിടെ ഈ സൂറത്തിൽ കുറച്ച് ആയത്തുകൾ വിവരിക്കുന്നത്. അതിൽ വരുന്ന ഇവിടെ ഈ ആയത്ത് തൊട്ട് 9-ാമത്തെ ആയത്ത് മുതൽ ഇവിടെ അത് വിവരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തുടക്കം അള്ളാഹു ഒരു ക്വസ്റ്റ്യനായിട്ട്, ആക്ച്വലി ആ ക്വസ്റ്റ്യന് അള്ളാഹു എന്താ പറയണ്ടേ, ചോദ്യമായിട്ടല്ല ആക്ച്വലി ഇത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അള്ളാഹു എനിക്ക് ബുദ്ധിമുട്ടില്ല, അതല്ല, അങ്ങനെയല്ല എന്നുള്ളതിൽ നഫി എന്ന് പറയും അറബിയിൽ. അതിന് ഇത് അങ്ങനെയല്ല എന്നുള്ള രീതിയിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നമുക്ക് ഇവിടെ എക്സ്പ്ലനേഷനിൽ അല്ലെങ്കിൽ ഇതിൻ്റെ എന്താ പറയണ്ടേ തഫ്സീറിൽ കാണാം ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട്. അത് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നല്ല. അള്ളാഹു അങ്ങനെ റബ്ബിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതിൽ ഒരു നഫി ഇല്ല, അള്ളാഹുവിന് ഒരു പ്രയാസവും ഇല്ല എന്നുള്ളതിലൊരു ഉറപ്പിച്ച് പറയുന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ചോദിക്കുന്ന അള്ളാഹു എന്താ? അം ഹസിബത്തും, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, വിചാരിക്കുന്നുണ്ടോ എന്ത്? അൻ അസ്ഹാബൽ കഹ്ഫ്, ഈ ഗുഹാനിവാസികളുടെ കാര്യം. റഖീമുകളുടെയും. ഇവിടെ റഖീം എന്ന് ഇതിൻ്റെ അർത്ഥം കുറേ എന്താ പറയണ്ടേ, പല എന്താ പറയണ്ടേ, അതിന് കറക്റ്റായിട്ടുള്ളൊരു ഇത് വരുന്നില്ല. പലതും പറയപ്പെടുന്നുണ്ട് റഖീം എന്താണെന്നുള്ളത്, ആൾക്കാരാന്ന് പറയുന്നുണ്ട്, പലതും അവിടെ അഭിപ്രായം വരുന്നുണ്ട്. എന്തിനല്ല ഇവിടെ അസ്ഹാബുൽ കഹ്ഫിൻ്റെ കാര്യം നമുക്ക് ഇവിടെ അള്ളാഹു ചോദിക്കുന്നത്. അസ്ഹാബുൽ കഹ്ഫ് ഗുഹാനിവാസികളുടെ കാര്യം, അവിടെ വന്നിട്ടുള്ള അത്ഭുതങ്ങൾ, കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്കിത് ഒരു അത്ഭുതകരമായൊരു സംഭവമായ കാനൂ മിൻ ആയാതിന അജബ, അത്ഭുതം എന്നാന്ന് തോന്നുന്നു. കാരണം ഇത് വലിയ സംഭവമാണോ? റബ്ബിന് ഇത് വലിയ സംഭവമല്ല എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അതാണ് ആ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ നഫി. അല്ല, ഇത് വലിയൊരു സംഭവം റബ്ബിനല്ല. അത്രയും ബുദ്ധിമുട്ടുള്ള നമുക്ക് വലിയ കാര്യമെന്ന് തോന്നുന്നത് അള്ളാഹുവിന് എന്താണ് ചെറിയ കാര്യമാണ്. നമുക്ക് ഇത് വലിയ കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. 300 കൊല്ലം അള്ളാഹു ഗുഹൻ്റെ ഉള്ളിൽ ഉറക്കി കിടത്തിയാണ്. 300 കൊല്ലം. ആ 300 കൊല്ലക്കാലം സാധാരണ എങ്ങനെയാണ് ബെഡിൻ്റെ മുകളിൽ കിടന്നുറങ്ങുന്നത് അതുപോലെയാണ് ഈ യുവാക്കൾ ഉറങ്ങുന്നത്. മുന്നോട്ട് വരുന്ന ആയത്തുകൾ ഒക്കെ ഇതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇത് തുടക്കം നമുക്ക് അള്ളാഹുവിൻ്റെ കഴിവ്, റബ്ബിൻ്റെ അളമത്ത്, അള്ളാഹുവിൻ്റെ ശക്തി, അള്ളാഹുവിന് എന്തെല്ലാം ശക്തിയുണ്ട്, അതിൽ നിന്ന് ഒരു ചെറിയൊരു സംഭവം മാത്രമേ ഉള്ളൂ എന്നുള്ളതിലാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇതൊരു വലിയ സംഭവമല്ല എന്നുള്ളതിലാണ് അള്ളാഹു പറയുന്നത്. ഈ ഒരു സ്റ്റോറി, ഈ ഒരു കഥ ഇതൊരു വലിയ സംഭവമല്ല റബ്ബിന്. കാരണം അള്ളാഹുവിൻ്റെ അത്രയും ആയത്തുകൾ നമുക്കറിയുന്ന പല ആയത്തുകളും അള്ളാഹു പല ദൃഷ്ടാന്തങ്ങളും അള്ളാഹു നബിമാർക്കും അല്ലാത്ത സമയങ്ങളിലും പലതും റബ്ബ് ഇറക്കിയിട്ടുണ്ട്. കടൽ പിളർന്നതും പലതുമായിട്ടുള്ള നമുക്കറിയുന്ന പല ദൃഷ്ടാന്തങ്ങളും അതൊക്കെ വെച്ച് നോക്കും ഇതൊന്നും ഒന്നുമല്ല എന്നുള്ളിലാണ് അള്ളാഹുടെ ഈ കഥയുടെ തുടക്കം അതുകൊണ്ടാണ് ഇടുന്നത്.
അപ്പോൾ ഇനി മുന്നോട്ട് നമുക്ക് ഓരോ ആയത്തിലും അള്ളാഹു കൃത്യമായിട്ട് നമുക്ക് ഓരോന്നും ഈ കുട്ടികളെ കഥ, ഈ യുവാക്കളുടെ കഥ കൃത്യമായിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു വിവരിച്ച് തരും. ഇനി നമുക്കിതിൻ്റെ തജ്വീദ് നിയമങ്ങൾ ഇവിടെ എന്താണെന്ന് നോക്കാം. അം ഹസിബത്ത, അം ഹംസ ലൈറ്റ്, മീം ലൈറ്റ്, അം ഹസിബത്ത എന്നാക്കാൻ പാടില്ല. ജസ്റ്റ് സുക്കൂന് വരുമ്പോൾ സാധാരണ രീതിയിൽ തന്നെ മണിക്കേണ്ടതും. അം ഹസിബത്ത അവിടെ ഇദ്ഹാറാണ്, വെളിവാക്കിയിട്ട് പറയണ്ടേ. ഇദ്ഹാർ ഷഫോവിയ. അം ഹസിബത്ത, ഹസിബത്തയിൽ ഹ കൃത്യമായി തൊണ്ടിന്ന് ഉച്ചരിക്കുക. ബാന് കൽക്കല വന്നിട്ടുണ്ട്, ഹസിബ്. അതുകൊണ്ട് പിന്നെ അതൊരു ബൗൺസ് ചെയ്യുന്ന രീതിയിൽ തന്നെ പറയണം. അം ഹസിബത്ത അന്ന അസ്ഹാബ, ഇവിടെ നന്നായി മണിക്കുക. നൂൻ്റെ മുകളിൽ ശ്രദ്ധ വന്നുകൊണ്ട് നന്നായി മണിക്കുക. അന്ന അസ്ഹാബ, സ്വാദ് നല്ലോണം ഹെവി ആക്കുക. അസ്ഹാബ, ബാക്കിയൊക്കെ ലൈറ്റ് അക്ഷരങ്ങളൊന്ന് ഹ തൊണ്ടിന്ന് തന്നെ ഉച്ചരിക്കുക. അസ്ഹാബൽ കഹ്ഫി, കാഫൊക്കെ പറയുമ്പോൾ ലൈറ്റായിട്ട് തന്നെ പറയണം. ക എന്ന് പറയരുത് കേട്ടോ. കഹ്ഫി, ഹാന് സുക്കൂന് വന്നുകൊണ്ട് നല്ല കാറ്റോടും കൂടി പോകണം. സൗണ്ട് ഉണ്ടോ? കഹ്ഫി, അത് തൊണ്ടിയിൽ നിന്ന് തന്നെയാണ് സൗണ്ട് വരേണ്ടത്. വായിന്ന് കഹ്ഫി എന്നല്ല വരേണ്ടത്. നല്ല സൗണ്ട് ഉണ്ടോ? കഹ്ഫി. വറഖീമിറ, ഇവിടെ ഹെവിയാണ്. വാവ് ചുണ്ട് നന്നായി റൗണ്ടാക്കി പറയുക. ഡബിളാക്കി നല്ല ഹെവിയാക്കി പറയുക. വറഖീമിറ. ബാക്കിയൊക്കെ ലൈറ്റായിട്ട് തന്നെ പറയും. കാഫും ഹെവിയാണ്, ബാക്കിയൊക്കെ ലൈറ്റാണ്. വറഖീമി, കൃത്യമായി ഉച്ചരിക്കുക. കാനു, കാഫ് ലൈറ്റ്. കാനു ഒക്കെ പറയുമ്പോൾ ചുണ്ട് നല്ലോണം റൗണ്ട്. കാനോ ആയിപ്പോരുത്. കാനു. മിൻ ആയാതിന, മിൻ സുക്കൂൻ നൂൻ, ശേഷം ഹംസ വരുന്ന്. ഒന്നും നമ്മൾ മണിക്കണ്ട. മിൻ ആയാത്തിന എന്ന് പറയണ്ട. മിൻ ആയാത്തിന സാധാരണ തന്നെ പറയാം. അവിടെ ഇദ്ഹാറ വരുന്നു, വെളിവാക്കി പറയാം. പിന്നെ ആയാത്തിൻ്റെ അടുത്ത് ഹംസ വന്ന് അതിന് ശേഷം വന്ന് അലിഫ് വരുന്നു. അപ്പോൾ അവിടെ വരുന്നത് മദ് ബദൽ. ആയാത്തിന. അതുകൊണ്ട് 2 ഹറക്ക നീട്ടി നമുക്ക് പിന്നെ ഓതണം. എന്നുള്ള രീതിയിൽ. ആയാത്തിന അല്ല, ആയാത്തിന. പിന്നെ യാ എന്തുകൊണ്ടാണ് നീട്ടുന്നത്? അവിടെ ചെറിയൊരു അലിഫ് കാണാം, കുഞ്ഞി അലിഫ്. അലിഫ് സുഗ്റ എന്ന് പറയും, ചെറിയ അലിഫ്. അപ്പോൾ അത് സാധാരണ ഒരു അലിഫിൻ്റെ ടൈം തന്നെയാണ് അവിടെ കൊടുക്കുന്നത്. അത് ഇടയിൽ നമുക്ക് അലിഫ് വീഴുമ്പോൾ സാധാ അലിഫിൻ്റെ അതേ നിയമം തന്നെയാണ് ഈ അലിഫിനും ബാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആയ എന്ന് പറയുന്നത്. ഓക്കെ. ആയാതിന ആജബ, ഐൻ നല്ലോണം കൃത്യമായി തൊണ്ടിയിൽ തന്നെ പറയാം. ആജബ 2 ഹർക്ക നീട്ടി നിർത്തുക. വളരെ ചെറിയ തജ്വീദ് നിയമങ്ങൾ ഇതിൻ്റെ അകത്തുള്ളൂ. എല്ലാം നന്നായിട്ട് തന്നെ ഓതി പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനക റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.